ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. പട്ടാളമെന്ന് വെടിവെച്ചാലും സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല. കയ്യം കളി കളിച്ച് ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച് ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. അങ്ങനെ ഒതുക്കാൻ മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരനെയും ഞങ്ങൾ വ്യക്തിപരമായി നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. ഒരു സംശയവും വേണ്ട. നാളെ മുതൽ നോക്കിക്കോ, എന്നിട്ട് ബാക്കി പറയാം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ നടന്ന പോലീസ് നരനായട്ടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് സംഭവം അറിഞ്ഞ KPCC പ്രസിഡന്റ് കെ സുധാകരൻ സമരം നടന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി പറഞ്ഞ വാക്കുകളാണിത്. പ്രവർത്തകരെ വളഞ്ഞിട്ടാക്രമിച്ച കന്റോൺമെന്റ് SIയെ സ്ഥലത്തു നിന്ന് മാറ്റാതെ ആശുപത്രിയിലേക്കില്ലെന്ന് അബിൻ വർക്കിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നിലപാടെടുത്തിരുന്നു. തുടർന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ ഇടപെടലിനെ തുടർന്നാണ് അബിൻ വർക്കിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോലീസിന്റെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. മുദ്രാവാക്യം വിളിച്ചതിന് ഇവരെ അടിച്ച് തലകീറി കൊല്ലാൻ ഇവിടെ നിയമമുണ്ടോ? ഏത് പോലീസുകാർക്കാണ് അധികാരം? ആക്രമിച്ച പോലീസുകാരെ വ്യക്തിപരമായി നേരിടാനാണ് തീരുമാനം. സമരത്തെ ഒരു കാരണവശാലും അടിച്ചമർത്താൻ കഴിയില്ല. ഒരു അബിൻ വർക്കിയല്ല, 100 അബിൻ വർക്കിമാര് സമരരംഗത്ത് വരും. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് അധികാരമുണ്ട്. അല്ലാതെ തലക്കടിച്ച് ചോര ഒലിപ്പിച്ച് കൊല്ലാനൊന്നും പോലീസിന് അധികാരമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. അഭിമാനമുള്ള അന്തസ്സുള്ള എത്ര പോലീസുകാരുണ്ട് ഈ കൂട്ടത്തിലെന്നും KPCC പ്രസിഡന്റ് ചോദിച്ചു. കാണ്ടാമൃഗങ്ങളെ പോലെയാണ് പോലീസ് പെരുമാറിയത്. ഈ സമരത്തെ പാർട്ടി ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനുമെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് വൻ സംഘർഷത്തിൽ കലാശിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിട്ടു. കൊടിനാട്ടിയ വടികൾ പോലീസിന് നേരെ എറിഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് തടഞ്ഞതോടെ തലസ്ഥാനത്ത് തെരുവ് യുദ്ധമായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പോലീസുമായി വാക്ക് തർക്കമുണ്ടായി. ശശിസേനയിലെ എംബോക്കികൾ തടഞ്ഞാലും സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക ഓഫീസായി മാറി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകളാണ്. ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. UDF കൺവീനർ MM ഹസൻ യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പോലീസ് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചത്. കോട്ടയത്തും പത്തനംതിട്ടയിലും തൃശൂരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. പോലീസ് തടഞ്ഞതോടെ ഇവിടങ്ങളിലെല്ലാം സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലപ്രയോഗം നടത്തി. ADGP MR അജിത് കുമാറിനെതിരെയും P ശശിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം.